ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം ഗൈഡൻസ് ആണ് കിട്ടുന്നത്, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 6 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഇതൊരു സക്സസ് ആൻഡ് വിക്ടറി, അതുപോലെ പബ്ലിക് റെക്കഗ്നിഷൻ കിട്ടുക, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ അഭിമാനത്തിൽ നിൽക്കുക, മറ്റുള്ളവർ നമ്മളെ ആദരിക്കുക തുടങ്ങിയതൊക്കെയാണ് ഈ 6 ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞ ഒരു റീയൂണിയൻ്റെ കാർഡാണ്. നിങ്ങളുടെ പാഷൻ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. നിങ്ങൾ പിന്തുടരുന്ന പാഷനിൽ നിന്ന് നിങ്ങൾക്ക് അഭിമാനിക്കത്തക്കതായ നേട്ടങ്ങൾ ഉണ്ടാകുന്നൊരു ഒരു ഘട്ടത്തിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതായിട്ട് കാണുന്നത്. അതാണ് 6 ഓഫ് വാൺസ് പറയുന്നത്. അതുപോലെ നിങ്ങളിലേക്ക് സക്സസ്, വിക്ടറി വരുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ അനുമോദിക്കപ്പെടുക, പബ്ലിക് റെക്കഗ്നിഷൻ കിട്ടുക, നിങ്ങളെ മറ്റുള്ളവർ അനുമോദിക്കുക, ആശീർവദിക്കുക, അഭിനന്ദിക്കുക എന്നൊക്കെയാണ്. അതുപോലെ പബ്ലിക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു ഘോഷയാത്രയിൽ പങ്കെടുക്കുക, നിങ്ങളതിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷനായി മാറുക, ഇതൊക്കെയാണ് 6 ഓഫ് വാൺസ് പറയുന്നത്. ഓഫ് കോഴ്സ് ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. സെക്കൻഡ് 4 ഓഫ് വാൺസ് ആണ്. 6 ഓഫ് വാണ്ട് 4 ഓഫ് വാണ്ടും ശരിക്കും പറഞ്ഞാൽ റീയൂണിയൻ്റെ കാർഡാണ്. 4 ഓഫ് വാണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു പാഷൻ്റെ ഒന്നാം ഘട്ടം അച്ചീവ് ചെയ്തു എന്നുള്ളതാണ് 4 ഓഫ് വാണ്ട്. അതിൻ്റെ രണ്ടാം ഘട്ടം അച്ചീവ് ചെയ്താണ് 6 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത്. വളരെയധികം സക്സസ്, വളരെയധികം സെലിബ്രേഷൻ ഉള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. 4 ഓഫ് വാണ്ട് പറയുന്നത് സെലിബ്രേഷൻ, കല്യാണമാകാം, കല്യാണ നിശ്ചയമാകാം, അത് നിങ്ങളുടെ തന്നെ കല്യാണ നിശ്ചയമാകാം, നിങ്ങളുടെ തന്നെ കല്യാണമാകാം, അല്ലെങ്കിൽ മറ്റൊരു കല്യാണത്തിലോ കല്യാണ നിശ്ചയത്തിലോ അങ്ങനെയുള്ള ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ വീട്ടിലേക്ക് തിരിച്ചു വരിക, ഫാമിലിയോടൊപ്പം ഒരുമിച്ചിരിക്കുക, ഇതൊക്കെയാണ്. ഹോം കമ്മിങ് എന്നൊരു കാർഡും കൂടിയാണ്. അതുപോലെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുക, നിങ്ങൾ എന്ത് മാനിഫെസ്റ്റേഷനാണോ ചെയ്തു വെച്ചിരിക്കുന്നത് അതിനൊരു ഫലം കിട്ടുക എന്നൊക്കെയാണ് 4 ഓഫ് വാൺസ് പറയുന്നത്. അപ്പോൾ അതും ഒരു സക്സസ് ആൻഡ് വിക്ടറിയുടെ കാർഡ് തന്നെയാണ് 4 ഓഫ് വാൺസ് പറയുന്നത്. ഓക്കെ, അതൊരു റീയൂണിയൻ്റെ കാർഡാണ്. ദെൻ മജീഷ്യൻ്റെ കാർഡാണ്. മജീഷ്യൻ എന്ന് പറയുമ്പോൾ ഒന്നാമനെത്തുക, ഇതും സക്സസിൻ്റെ കാർഡാണ്. ഒരു ഒന്നാമനാവുക എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു മത്സര പരീക്ഷയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷനിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ തന്നെ ആയിരിക്കും വിജയിയാവുക. അതുപോലെ ചിട്ടി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിൽ സമ്മാനാർഹരാവാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളുടെ പേരിങ്ങനെ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇന്ന് എന്തെങ്കിലും ഒരു പൂജാതി കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ആരാധനാലയങ്ങളിലൊക്കെ സന്ദർശനം നടത്താനൊക്കെ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഡെത്ത് കാർഡാണ്. അപ്പോൾ ലൈഫിലെ കുറേ ഒരു ഘട്ടം തന്നെ അവസാനിച്ച് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരു ലൈഫ് സൈക്കിൾ, അതായത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിലുള്ള ഒരു സൈക്കിൾ എൻഡായി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറേ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ശരിക്കും ഒരു ട്രോമ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ ഫേസിലൂടെയൊക്കെ പോയിട്ടുണ്ടാവും. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഈ ടാരോ റീഡിങ്സ് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളിലേക്ക് ഈ ടാരോ വന്നിട്ടുള്ളത്, ആ കാരണം നിങ്ങളൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ഒരു ഘട്ടം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ എന്ത് ലെസൺ ആണോ പഠിച്ചത് ആ ഒരു കാര്യം അവസാനിച്ച് പോയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ പാഠമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ആ ട്രോമയിൽ നിന്ന് കുറേയൊക്കെ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് അടുത്ത ഘട്ടത്തിലേക്കും പുതിയൊരു തലത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതെല്ലാം അവസാനിച്ചു പോകുന്നതായിട്ടാണ് ഡെത്ത് കാർഡ് പറയുന്നത്. അപ്പോൾ ഒരു സൈക്കിള്, നിങ്ങളായിട്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ അവസാനിപ്പിച്ച് കളയുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഈ ഡെത്ത് കാർഡ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡാണ്. മൊത്തത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ വരുത്തുന്നത്, നിങ്ങളിൽ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്തുന്നതായിരിക്കും. നിങ്ങളുടെ ലുക്കിലായാലും നിങ്ങളുടെ ഡ്രസ്സിങ് പാറ്റേൺ, നിങ്ങളിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതാവാം. ചിലപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളായിരിക്കും, നിങ്ങളുടെ വീട് നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യുക, വൃത്തിയാക്കി വയ്ക്കുക, ഒന്ന് സ്ട്രക്ചേർഡ് ആക്കുക, അതായിരിക്കാം. നിങ്ങളുടെ ജോലിസ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തന മേഖല ഏതാണോ നിങ്ങൾ അവിടെ വളരെ ഭംഗിയാക്കി ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തി വേറൊരു ലെവലിലേക്ക് അപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതാണ് ഡെത്ത് കാർഡ് പറയുന്നത്. അപ്പോൾ വേണ്ടാത്ത കുറേ കാര്യങ്ങളെ നിങ്ങൾ അവസാനിപ്പിച്ച് കളയുന്നു, പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഡെത്ത് കാർഡ് പറയുന്നത്. ഇതെല്ലാം പുതിയ തുടക്കങ്ങളെക്കുറിച്ചാണ് പറയുന്നത്.
നെക്സ്റ്റ് 8 ഓഫ് സ്വാർഡ്സ് ആണ്. അപ്പോൾ കുറച്ച് പേർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം സ്റ്റക്കായി നിൽക്കുന്ന കുറച്ച് പേരെ കാണാം. അത് മുന്നോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്നത് നിങ്ങളുടെ മാത്രം നെഗറ്റീവ് ചിന്തകൾ കൊണ്ടാണ്. അപ്പുറത്ത് എല്ലാവരും നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ ഒരാളും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവർക്ക് നിങ്ങളെക്കുറിച്ചൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കാനുള്ള സമയവും ഇല്ല. അപ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് ചിന്തയാണ് നിങ്ങൾ പെട്ടുപോയി, ഞാൻ അബദ്ധത്തിൽ പെട്ടുപോയി, അല്ലെങ്കിൽ ഞാൻ വിക്റ്റിമായി എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്ത് കരുതുമെന്ന് വിചാരിച്ച് ഒരു ബൗണ്ടറി ഉണ്ടാക്കി അതിനകത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങളുടെ മാത്രം തെറ്റിദ്ധാരണയാണ്. ആരും നിങ്ങളെ ഇങ്ങനെ ചൂഴ്ന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോവുകയാണ് ചെയ്യേണ്ടത്. നിങ്ങളാണ് ആക്ഷൻ എടുക്കേണ്ടത്. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് ഒരു കാരണവശാലും നിങ്ങൾ മുഖവിലേക്ക് എടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അതാണ് 8 ഓഫ് സോഡ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ദെൻ 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതൊരു മണി ലോസിൻ്റെ കാർഡാണ്. അപ്പോൾ മണി ലോസ് ആകാം, നഷ്ടബോധത്തിലിരിക്കുക എന്നാവാം, എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതാവാം, വീട് വിട്ടു പോകുന്നതാവാം, ബന്ധങ്ങൾ ഉപേക്ഷിച്ച് ബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങി പോകുന്നതാവാം. അതൊക്കെയാണ് 5 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഈ നല്ല റിലേഷൻഷിപ്പ് അല്ലാത്ത റിലേഷൻഷിപ്പുകളിൽ പെട്ടു നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോടാണ് പറയുന്നത്, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ സെൽഫ് എസ്റ്റീം കളഞ്ഞിട്ട് ഒരു ബന്ധത്തിലും കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യം ഇല്ല. പറ്റത്തില്ല എന്ന് തോന്നിയാൽ നിങ്ങൾ ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് ചെയ്യേണ്ടത്. കാരണം ഇങ്ങനെ കടിച്ചു തൂങ്ങി നിന്ന് അവസാനം ഒരു ദിവസം മടുക്കുന്ന ദിവസം ഇതെല്ലാം കൂടെ ഒരുമിച്ച് എക്സ്പ്ലോഡ് ആവുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം ഇപ്പോൾ പോകുന്നതിനേക്കാൾ വളരെ രൂക്ഷമായിരിക്കും അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഒരിക്കലും ഇല്ലാത്ത വിധം നശിപ്പിച്ച് കളയുന്നതിനേക്കാളും നല്ലത് കുറച്ച് ഒന്ന് ശ്രമിച്ച് നോക്കിയിട്ട് പറ്റുന്നില്ലെന്ന് കണ്ട ഇറങ്ങി പോവുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ബന്ധങ്ങളിലേക്ക് നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുക. നമുക്കവിടെ സ്ഥാനമില്ലാന്ന് കണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ ഇറങ്ങി പോവുകയാണ് ചെയ്യേണ്ടത്. കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു കാർഡാണ് ഈ 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ബന്ധങ്ങൾ അവസാനിച്ച് പോകുന്നവരുണ്ടാകാം. അതുപോലെ കടബാധ്യത കൂടിയിട്ട് താമസിക്കുന്ന വീട് വിറ്റിട്ട് വേറെ എവിടേക്കെങ്കിലും പോകുന്നവരുണ്ടാകാം. വാടക വീട് ഷിഫ്റ്റ് ചെയ്ത് മാറിപ്പോകുന്നവരുണ്ടാകാം. വിവാഹമോചനത്തിലേക്ക് വന്ന ബന്ധങ്ങൾ ഉണ്ടാവാം. അങ്ങനെയുള്ളവർക്കൊക്കെ ഇന്നത്തെ ദിവസം അത്തരത്തിലുള്ള എന്തോ ഒരു നഷ്ടം സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ ലോസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. മാനസികമായിട്ട് ഭയങ്കര ഹെവിനെസ് ഫീൽ ചെയ്യുന്ന കാണുന്നുണ്ട്. ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ, കയ്യ്, കാല്, ഷോൾഡറൊക്കെ വേദന, പെയിന്, അല്ലെങ്കിൽ മുറിവുണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെയാണ് ഈ 5 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഈ ഡെത്ത് കാർഡും 5 ഓഫ് പെൻറ്റക്കിളും ഒരുമിച്ച് വരുമ്പോഴേ ചില കാര്യങ്ങൾ എൻഡപ്പായി പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നെക്സ്റ്റ് നൈറ്റ് ഓഫ് വാൺസ് ആണ്. അപ്പോൾ വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് പാഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു പാഷനെ ചേസ് ചെയ്യുന്നു എന്നാണ്. വളരെ ഓറിയൻറ്റഡ് ആയിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. വളരെ പാഷനേറ്റ്ലി നിങ്ങളതിനെ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ്. അപ്പോൾ ഒരു പാഷൻ എന്താണോ അതിൻ്റെ ഏറ്റവും ഓപ്റ്റിമൽ ലെവലിൽ നിന്നിട്ട് അതിൻ്റെ മാക്സിമം എത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്ത് കാര്യം ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ അത്രത്തോളം ആത്മാർത്ഥമായിട്ടായിരിക്കും ചെയ്യുന്നത്. അതാണ് നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത്. ഭയങ്കര എൻത്യൂസിയാസ്റ്റിക് ആയിരിക്കും, ഭയങ്കര ത്വരയായിരിക്കും ഓരോ കാര്യവും ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കാർഡാണ്. അപ്പോൾ ഇന്നേ ദിവസം അബണ്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. നിങ്ങൾ എന്താണോ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട്. മോസ്റ്റ്ലി അത് പെൻറ്റക്കിൾസ് ആണ്, പണമാണ്. പണം ധാരാളമായിട്ട് കിട്ടുമെന്ന് കാണുന്നുണ്ട്. കാരണം നിങ്ങൾ മുൻപ് വളരെ നന്മയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചെന്ന് അതിൻ്റെ ഫലം കിട്ടുന്ന ദിവസമാണ്. പണം കിട്ടുമെന്ന് കാണുന്നുണ്ട്. നെക്സ്റ്റ് കിങ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ വളരെ സ്നേഹമാണ് എല്ലാവരോടും. പക്ഷേ നിങ്ങൾക്ക് ഉള്ളിനുള്ളിൽ ഭയങ്കര ട്രോമയൊക്കെ ഉള്ളതുകൊണ്ടും വളരെ കലുഷിതമായ സാഹചര്യങ്ങളിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങളുടെ സ്നേഹം പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ വളരെ മച്ചുവറായി ചിന്തിക്കുന്നുണ്ട്, വളരെ സ്റ്റെബിലിറ്റിയോടുകൂടി നിൽക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഇതാണ്, നിങ്ങൾ സ്നേഹം ഉണ്ടെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുക. കാരണം സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് എങ്കിൽ മാത്രമേ അതിന് പ്രയോജനമുള്ളൂ. ഉള്ളിനുള്ളിൽ നിറയെ സ്നേഹം വെച്ചിട്ട് പുറമേ മറ്റെന്തോ കാണിച്ചതുകൊണ്ട് പ്രയോജനമില്ല എന്നാണ് കാണുന്നത്. നെക്സ്റ്റ് 9 ഓഫ് വാൺസ് ആണ്. ഈ സ്നേഹം പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് ഭയമാണ് എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ സ്നേഹിച്ചത് കൊണ്ട് മുറിവേറ്റിട്ടുള്ളവരായിരിക്കാം. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങൾക്ക് ഒരാളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരു സാഹചര്യം ഇന്ന് വന്നു കിട്ടുവാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പേടിയാണ്. അപ്പോൾ കാരണം പഴയ ഒരു ട്രോമ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ 9 ഓഫ് വാൺസ് പറയുന്ന പേടിയാണ്. അപ്പോൾ നിങ്ങൾ മുൻപ് മുറിവേറ്റിട്ടുള്ള ആളുകളായതുകൊണ്ട്
നിങ്ങൾ ഒരു ബൗണ്ടറിക്കുള്ളിലാണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് അടുത്ത് ചെല്ലാൻ ഭയമാണ്, മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ആഴ്ന്നിറങ്ങാൻ നിങ്ങൾക്ക് ഭയമാണ്, മറ്റുള്ളവരോട് സ്നേഹം കാണിക്കാൻ ഭയമാണ് എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹൈ പ്രീസ്റ്റസ് ആണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു ആളായിരിക്കും നിങ്ങളെന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഉപദേശിക്കാൻ പറ്റും, നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. നിങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. പിന്നെ ഒരു വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ലേഡിയെ ചിലപ്പോൾ നിങ്ങളൊന്ന് മീറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അവരുമായിട്ട് സംസാരിക്കുക, അവരിൽ നിന്ന് ഗൈഡൻസ് സ്വീകരിക്കുക. അതാണ് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത്. അതുപോലെ നിഗൂഢശാസ്ത്രങ്ങൾ, ഇപ്പോൾ ടാരോ ഒക്കെ നിഗൂഢശാസ്ത്രമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം തോന്നുക, നിങ്ങൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അതിന് വേണ്ടിയിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ മതപരമായ മേലധികാരികളുമായിട്ട് കൂടി കാണുക, അവരോട് സംസാരിക്കുക, അവരുമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, ഒരു ഉപദേശം സ്വീകരിക്കുക എന്നൊക്കെയും ഇതിൻ്റെ അർത്ഥമുണ്ട്. അപ്പോൾ ഇത് ഹൈ പ്രീസ്റ്റസ് ഒരു വളരെ ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള, ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള, ഹൈലി ഡിവൈൻ ആയിട്ടുള്ള ഒരു പ്ലേറ്റോണിക് ലവ് ഒക്കെ ഉള്ള ഒരു ആളായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇന്ന് അത്തരത്തിലുള്ളൊരു ഫീലിംഗ് ഉള്ള ഒരാളെ കണ്ടെത്താനായിട്ട് പറ്റും എന്നാണ് കാണുന്നത്. ഓക്കെ, അതാണ് ജനറൽ ആയിട്ടുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത്? ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് യെസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ, നിങ്ങളുടെ കൂടെ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ട്. യെസ് എന്നാണ് കാണുന്നത്. നെക്സ്റ്റ് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. അത് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ തന്നെ നിങ്ങളുടെ ഗുരുവാണെന്ന്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെയും ഗട്ട് ഫീലിങ്ങിനെയും ശ്രദ്ധിക്കുക. നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെല്ലാം നിങ്ങളിൽ തന്നെ ഇന്ന് ഉണ്ട് എന്നാണ് കാണുന്നത്. ദെൻ മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ്. വീണ്ടും നിങ്ങളിലേക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാനാണ്. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കുക, നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അവിടെ നിന്ന് കിട്ടുമെന്നാണ്. അപ്പോൾ നിങ്ങൾ ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന്. നിങ്ങൾക്കുള്ള മാർഗ്ഗനിർദ്ദേശം നിങ്ങളിൽ തന്നെ ഉണ്ടെന്നാണ്. ദെൻ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് കാണുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ നിങ്ങളോട് തന്നെ സംസാരിക്കണം. ആദ്യമേ നിങ്ങൾ ഒരുപാട് ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ട്രോമാറ്റിക് ആയിട്ടിരിക്കുന്ന പലയിടത്തും. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്കുള്ള ഉത്തരവ് നിങ്ങളിലേക്ക് വന്നോളും. ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളിൽ ഇൻറ്റ്യൂഷനായിട്ട് പ്രവർത്തിക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്കുള്ള ഉത്തരവും കൊടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് കിട്ടുന്നത്? ലവേഴ്സിനോട് ഇന്ന് പ്രപഞ്ചത്തിന് എന്താണ് പറയാനുള്ളത്? ലവേഴ്സിനോട് ഈ യൂണിവേഴ്സിന് എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് കാണുന്നത് മേക്ക് ദ എഫേർട്ടാണ്. നിങ്ങൾ ചുമ്മാതെ ഇരുന്നത് കൊണ്ട് കാര്യമില്ല. നിങ്ങളെ ബന്ധം മുന്നോട്ട് പോകണമെങ്കിൽ രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ എഫേർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ എടുക്കേണ്ട നടപടികൾ നിങ്ങൾ തന്നെ എടുക്കുക. ആ സ്റ്റെപ്പ് നിങ്ങൾ തന്നെ എടുക്കുക. നിങ്ങൾ എടുക്കേണ്ട എഫേർട്ട് നിങ്ങൾ തന്നെ എടുക്കുമെങ്കിൽ മാത്രമേ ബന്ധം മുന്നോട്ട് പോകുള്ളൂ എന്നാണ്. ദെൻ ഡിസെപ്ഷനാണ്. ഒരു ചീറ്റിംഗ് നടക്കുന്നുണ്ട്. രണ്ടുപേരിൽ ഒരാൾ ഒരു സെൽഫ് മാസ്ക് വെച്ചിട്ടുണ്ട്, ഒരു പൊളിറ്റിക്സ് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നിങ്ങളല്ല എങ്കിൽ മറ്റേ ആളെ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. ചീറ്റിങ്ങിൻ്റെ എനർജിയാണ്. ആരോ ഒരാൾ ഫോൾസ് മാസ്ക് ധരിക്കുന്നുണ്ട്. ദെൻ കോളിംഗ് ഇൻ യുവർ സോൾമേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ സോൾമേറ്റിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അഫർമേഷൻസ് പറയുക, പ്രേയേഴ്സ് പറയുക, അതുപോലെ വിഷ്വലൈസ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് പറയുന്നത്. ലാസ്റ്റ് വൺ റൊമാൻറ്റിക് ഫീലിങ്സ് ആണ്. നിങ്ങളുടെ റൊമാൻറ്റിക് ഫീലിങ്സിനെ നിങ്ങൾ ഓപ്പൺ അപ്പ് ആക്കി വെക്കുക. അത് വർത്ത് എക്സ്പ്ലോറിംഗ് ആണ്. നിങ്ങൾക്കും പ്രണയം ആസ്വദിക്കാൻ അവകാശമുള്ള ആൾ തന്നെയാണ് എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യുക. ഹൈപ്പ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതാണെന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ.